റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അറുതിയായിട്ടില്ല. യുക്രൈനിലെ സപ്പോറീഷ്യ നഗരത്തിൽ ചൊവ്വാഴ്ച റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടതായും 24 പേർക്ക് പരിക്കേറ്റതായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ആക്രമണത്തിൽ ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീപിടിച്ചിട്ടുമുണ്ട്. നഗരത്തിൽ ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ, സിർക്കോൺ ആന്റിഷിപ്പ് മിസൈലുകൾ, കൃത്യതയോടെ ലക്ഷ്യം വെക്കുന്ന KAB വ്യോമ ബോംബുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് സെലൻസ്കി ടെലഗ്രാമിൽ കുറിച്ചു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പരമാവധി നാശം വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ക്രൂരമായ ആക്രമണമാണിതെന്ന് സെലൻസ്കി ആരോപിക്കുകയും ചെയ്തു. യുക്രൈൻ തലസ്ഥാനത്തെ നോവാപ്രോഷ എന്ന തപാൽ ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിന്റെ സോർട്ടിംഗ് കോംപ്ലക്സിന് നേരെ ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. ഡ്രോണുകൾക്കും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾക്കും ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് റഷ്യയുടെ അവകാശവാദം. സപ്പോറീഷ്യയിലെ ഒരു മെറ്റലർജിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായും ഇവിടെ യുക്രൈൻ സൈന്യത്തിനായി ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് റോഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചിരുന്നുവെന്നുമാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ആക്രമണങ്ങൾക്ക് തൊട്ടുമുൻപ് യുക്രൈൻ റഷ്യയിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യൻ അധികൃതർ അറിയിക്കുകയും ചെയ്തു. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം സമീപ വർഷങ്ങളിൽ വളരെ കൂടുതലാണെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകില്ല. ഉത്തര കൊറിയൻ മിസൈൽ യൂണിറ്റ് പടിഞ്ഞാറൻ റഷ്യയിൽ വിന്യസിക്കാൻ തുടങ്ങിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 120 ബാലിസ്റ്റിക് മിസൈലുകളും 6 ലോഞ്ചറുകളും ഈ യൂണിറ്റിന് ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. 2023 അവസാനത്തോടെ റഷ്യ യുക്രൈനെതിരെ ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ നിരവധി തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. 30,000 മുതൽ 50,000 വരെ ഉത്തര കൊറിയൻ സൈനികരെ റഷ്യൻ പ്രദേശത്ത് വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ശനിയാഴ്ച സെലൻസ്കി എക്സിൽ കുറിച്ചിരുന്നു. 2 വർഷം മുമ്പ് റഷ്യയും ഉത്തര കൊറിയയും തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇരു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിദേശ ആക്രമണത്തിനിരയായാൽ പരസ്പരം സഹായിക്കണമെന്ന വ്യവസ്ഥയും ആ കരാറിലുണ്ട്. 2024 ഉത്തര കൊറിയ ഏകദേശം 14,000 സൈനികരെ റഷ്യയിലേക്ക് അയച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനു പുറമെ ഉത്തര കൊറിയ റഷ്യയ്ക്ക് ദശലക്ഷക്കണക്കിന് പീരങ്കി, മോർട്ടാർ ഷെല്ലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര പീരങ്കികൾ, മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ നൽകിയിട്ടുണ്ടെന്നാണ് യുക്രൈൻ അധികൃതർ നൽകുന്ന റിപ്പോർട്ടുകൾ. അതേസമയം റഷ്യൻ തടവിലുള്ള 16,000-ലധികം യുക്രൈൻ പൗരന്മാർ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. രാജ്യാന്തര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് റഷ്യ ഇവരെ തടവിൽ പാർപ്പിക്കുന്നതെന്നും UN മനുഷ്യാവകാശ വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ക്ലോഡിയ ഫ്ലൂൻഡസ് ജൂലിയോ വ്യക്തമാക്കി. UN രക്ഷാസമിതിയുടെ അനൌദ്യോഗിക യോഗത്തിലാണ് റഷ്യക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ലാത്വിയയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് UN രക്ഷാസമിതി യോഗം ചേർന്നത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശത്തിന് ശേഷം തടവിലാക്കപ്പെട്ട സാധാരണക്കാരുടെയും സൈനികരുടെയും ദുരിതങ്ങൾ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. യുക്രൈനിൽ നിന്നുള്ള യുദ്ധത്തടവുകാർക്കും സാധാരണക്കാർക്കും നേരെ റഷ്യൻ സൈന്യം വ്യാപകമായ പീഡനങ്ങളും ലൈംഗികാതിക്രമങ്ങളും തുടരുകയാണെന്നും യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.